അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹു തൊട്ട് ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്ത ഹദീസായിട്ട് ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിപാടിത്തുണ്ട്. സലാസുൻ മൻ കുന്ന ഫീഹി അളല്ലഹുല്ലാഹു തആല തഹത അർശിഹി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുഹു. 3 സ്വഭാവം ഒരാളിലുണ്ടായെങ്കിൽ അയാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അതുമായിട്ട് അതിലെ സന്മാനമായിട്ട് നാളെ പരലോകത്തിൽ അർശിലെ തണൽ കൊടുക്കണം. അണ്ടത്തെ നാളിൽ അർശിലെ തണലല്ലാണ്ട് മനുഷ്യ വേറൊരു തണലില്ല. അപ്പോൾ അർശിലെ തണൽ കൊണ്ട് സന്മാനിക്കപ്പെട്ട 3 സ്വഭാവം ഒരാളിൽ വേണം. അതായത് അൽ വുളൂ ഫിൽ മക്കാരിഹി, ഒന്ന് വെറുക്കടെ സമയത്തിലെല്ലാം ഉളു എടുത്തോണ്ടിരിക്കാം. മനസ്സ് വേണ്ട, ഉളുവർക്കടെ വേണ്ട, ചിലപ്പോൾ ഭയങ്കര ചലിയായിട്ടിരിക്കും. ഇങ്ങനത്തെ എല്ലാം സന്ദർഭിക്കല്ലേ. അപ്പോൾ വെറുക്കടേതായ സന്ദർഭം, അങ്ങനത്തെ സന്ദർഭത്തിൽ അല്ലെങ്കിൽ ഉളുവർക്കോ കഷ്ടമുള്ളതായ സന്ദർഭം, ഇങ്ങനത്തെ എല്ലാ സന്ദർഭത്തിൽ എന്താക്കടേ ഉളു എടുക്കടേ. വൽ മഷ്യു ഇലൽ മസാജിദി ഫിൽ ളുലമി, ഇരുട്ടത്തിൽ പള്ളിയിലേക്ക് പോവാം, ഇമാം ജമാഅത്ത് പോവാം. ഇരുട്ടത്തിൽ കണ്ട് ഉദ്ദേശിക്കടേ ഇഷാവും അതുപോലെ സുബഹിയായിട്ടേക്ക് ചിമ്മല്ലേ. ചിമ്മൻ്റെ സമയത്തിൽ എന്താക്കാം, പിന്നെ പള്ളിക്ക് പോവാം. അപ്പോൾ ഇഷാക്കും സുബഹിക്കും എനി ടൈം ജമാഅത്ത് പതിവാക്കട ആൾ മാറും. അപ്പോൾ എനിക്ക് അർശിലെ തണലുണ്ട്. 3-ാമത്തെ ഒരു സ്വഭാവമായിട്ട് ഇത്ആമുൽ ജായി, അത് വിശന്നങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക ചെല്ലും. ഭക്ഷണം കൊടുക്കുന്ന വലിയൊരു ഇബാദത്തായിരിക്കും. അള്ളാഹു വലിയ ഇഷ്ടപ്പെട്ടൊരു കാര്യമായിട്ട് ഭക്ഷണം കൊടുക്കണതിനെ സംബന്ധിച്ചിട്ട് അള്ളാഹുക്ക് വലിയ ഇഷ്ടമായിട്ട്. കാരണം അള്ളാഹു റസാഖായിട്ട് റസാഖ് റിസ്ക് കൊടുക്കുന്ന ആൾ. അപ്പോൾ ആ ഒരു സ്വഭാവം മനുഷ്യന്മാരിലും കാണുക അള്ളാഹു ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഭക്ഷണം കൊടുക്കുന്നത് ചെറിയ വിഷയം എന്തല്ല. മുത്താലിമിയെല്ലാം ഭക്ഷണം കൊടുക്കട്ടെ തിരിയാവുള്ള അള്ളാഹു പറഞ്ഞാലല്ലേ ഈ വർഷം മുത്താലിമൊക്കെ ഭക്ഷണം കൊടുക്കാറ്. ഒരു മുത്താലിമ ഒരു ഔത്തു പള്ളി പഠിക്കോ, പിന്നെ ഒരു ദർസിക്ക് പഠിക്കോ കൂടിയെങ്കിൽ 5-6 വർഷം 7 വർഷം എല്ലാം അങ്ങ് പള്ളിയിൽ വെച്ച് പഠിക്കിടാറ്. അപ്പോൾ ഈ സമയത്തെല്ലാം ഒരേ ഔത്രങ്ങൾ ഒരു മുത്താലിമിനെ ഏറ്റെടുത്തിട്ട് ഭക്ഷണം കൊടുക്കുക നിങ്ങൾ അത് ചെറിയ വിഷയമല്ല. അതും ഈ ആഖിർ സമാനിൽ എനിക്ക് അതുകൊണ്ട് എന്ത് പ്രതിഫലം ദുനിയാവിടെ പ്രതിഫലം ആഗ്രഹിക്കില്ല. എനിക്ക് വരും ആഖിറത്തിൽ എനിക്ക് കൂലി കിട്ടണമെന്ന് വെച്ചാൽ ആ ഒരു ഒറ്റ ഉദ്ദേശത്തായിരിക്കും ആ ചോറ് കൊടുക്കണേ. അപ്പോൾ അങ്ങനെ ത്യാഗ, അത് ഇൽമു ചെയ്തതായ ത്യാഗമായിട്ട് കിട്ടും. ആ മുത്താലിമ് ആ കൊടുക്കുന്നതായ ചോറിലു കിട്ടുന്നതായ പ്രതിഫലം അതൊക്കെ നമുക്ക് അത് എത്ര കണ്ടത് തിട്ടപ്പെടുത്തോ സാധ്യമില്ല. ആ മുത്താലിമ് പഠിച്ചിട്ട് ആലിമായിട്ട് ഇനി മരിക്കത്തോളം ദീൻ്റെ ഖിദ്മത്ത് ചെയ്യുമ്പോഴെല്ലാം, മനുഷ്യന്മാർക്ക് ദീൻ്റെ നസീഹത്ത് ചെയ്യുമ്പോഴെല്ലാം സുബ്ഹാനല്ലാഹ് അതിലെല്ലാം ഒരു കൂലി ഈ ഭക്ഷണം കൊടുക്കടെ ഔത്തരങ്ങൾക്ക് ഉണ്ടു ചെല്ലത് സംശയമില്ലല്ലേ. അപ്പോൾ അത് പല ആൾമാർക്കും അതിലെ ബെനിഫിറ്റ് കൊന്തായിട്ടില്ല. അത് ആഖിറത്തുക്കുള്ളതായ ഒരു കച്ചവടമായിട്ട് ബിസിനസ്സായിട്ട് ദുനിയാവിൽ പല ബിസിനസ് നിങ്ങൾ ചെയ്യുക, പക്ഷേ ആഖിറത്തുക്കുള്ള ബിസിനസ്സായിട്ട് ഇങ്ങനത്തെ ഉള്ള കാര്യം. അപ്പോൾ ഭക്ഷണം കൊടുക്കുന്നത് അയ്യോ, പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്ത് ഏതെന്ന് കേട്ടപ്പോൾ അയ്യുൽ അമലി അഫ്ളലു കേട്ടപ്പോൾ അവിടെ നിന്ന് ചെന്നത് തുത്ഇമുത്ത്ആം, നീ ഭക്ഷണം കൊടുക്കലായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഭക്ഷണം കൊടുക്കാൻ വലിയൊരു വിഷയമായിട്ട് കിട്ടും. നമുക്കൊരു ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചൊല്ലു അന്ന റജുലൻ ജാഅ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുട്ട വന്നിട്ട് ചൊല്ലു ഇന്നി അൻസൗ ഫി ഹൗലി ഹത്താ ഇദം തലഅതുഹു ലിബിലി വറദ അലയ്യൽ ബഈറു ലിഗൈരി ഫസഖൈതുഹു. ചൊല്ലു നബിയെ, നക്കൊരു ഒട്ടകത്ത് നാൻ എന്താക്കടേ തന്നി കുടിപാട്ടേ. ആ തന്നി കുടിപാട്ടുകായിട്ട് നാ ഒരു ഹൗൽ ഉണ്ടാക്കില്ല, ഒരു ടാങ്ക് ഉണ്ടാക്കി വെച്ചത്. ആ ടാങ്കിന് മുട്ട വന്നിട്ട് എൻ്റെ ഒട്ടകത്ത് ഞാൻ തന്നി കൊടുക്കണേ. ഇണ്ട് ആരമോ വേറെ ഒരു ഒട്ടകം വന്നിട്ട് എൻ്റെ ടാങ്കിന് മുട്ട വന്ന് നിന്ത്. അപ്പോൾ നമുക്ക് വേറെ കത്തിത്ത് ഞാൻ എന്താക്കി ആ ഒട്ടകത്ത് തന്നി കൊടുത്തായിട്ട്. സുബ്ഹാനല്ലാഹ്. ഫഹൽ ഫി ദാലിക മിൻ അജ്ർ, നബിയെ ആ ഒട്ടകത്ത് ഞാൻ തന്നി കൊടുത്തല്ലേ, അത് എൻ്റെ ഒട്ടകല്ലേ വേറെ ഒട്ടകല്ലേ, അപ്പോൾ അതിനൊക്കെ നിങ്ങൾ കൂലി കിട്ടുമോ നബിയെ എന്ന് കേട്ടപ്പോൾ ഫഖാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലു ഇന്ന ഫീ കുല്ലി ദാതി കബിദിൻ അജ്റ,
ഏതൊരു കരളുള്ളിലെ അഥവാ ജീവനുള്ളതായ ವಸ್ತು ಆ ವಸ್ತುಗೆ ನಾವು ಕೊಡ್ತಂಟಾയെങ്കിൽ ಅದಕ್ಕೆ ಕೂಲಿ ಉಂಡು ಶಂತು. അപ്പോൾ ഒരു ಬಾಯಿ ಬರತ್ತ ಮೂಕ ಪ್ರಾಣಿಗೆ ಒಟ್ಟಗತ್ತು ನಾವು എന്തെങ്കിലും കൊടുത്തെങ്കിൽ ಅದಕ್ಕೆ കൂലി ഉണ്ടാകുമ്പോൾ മനുഷ്യർക്ക് കൊടുക്കണമെങ്കിൽ അതിലും പ്രത്യേകിച്ചിട്ടും ഇരുന്ന് പഠിക്കാതായ മുത്തലിമീങ്ങളും എല്ലാം അതുപോലെ ഉസ്താദുമാർക്കെല്ലാം നാം കൊടുക്കുന്നത് എത്ര ഒരു കൂലിൻ്റെ ഒരു കാര്യമായിട്ടിരിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ നല്ല കാര്യം ചെയ്യുക നമുക്ക് അള്ളാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ നന്മയുടെ വായിൽ അള്ളാഹു നമുക്ക്